നമസ്കാരം. പ്രതിരോധ ലോകം ഇന്ന് ഭീതിയോടെ ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് DF-27. ശബ്ദത്തേക്കാൾ 8 ഇരട്ടിയിലധികം വേഗത്തിൽ വെറും 12 മിനിറ്റ് കൊണ്ട് 2100 കിലോമീറ്റർ താണ്ടി ലക്ഷ്യത്തിലെത്തുന്ന ഈ ചൈനീസ് മിസൈൽ ആഗോള പ്രതിരോധ സമവാക്യങ്ങളെ അടിമുടി മാറ്റി എഴുതിയിരിക്കുകയാണ്. കേവലം ഒരു മിസൈൽ എന്നതിലുപരി അമേരിക്കയുടെ പസഫിക് മേഖലയിലെ മേധാവിത്വത്തിന് ചൈന നൽകിയ ഏറ്റവും വലിയ വെല്ലുവിളിയാണിത്. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾ ഒരു നിശ്ചിത പാതയിലൂടെ മാത്രമേ സഞ്ചരിക്കൂ. അതിനാൽ അവയെ തടയാൻ എളുപ്പമാണ്. എന്നാൽ ചൈനയുടെ ഹൈപ്പർസോണിക് മിസൈലുകൾ അങ്ങനെയല്ല. യാത്രക്കിടയിൽ എപ്പോൾ വേണമെങ്കിലും പാത മാറ്റാൻ ഇവയ്ക്ക് കഴിയും. ഭൂമിക്ക് തൊട്ടുമുകളിലൂടെയുള്ള അന്തരീക്ഷ പാളികളിലൂടെ അതിവേഗം സഞ്ചരിക്കുന്നതിനാൽ ശത്രുവിന്റെ റഡാറുകൾക്ക് ഇവയെ തിരിച്ചറിയാൻ സാധിക്കില്ല. തിരിച്ചറിയുമ്പോഴേക്കും ലക്ഷ്യസ്ഥാനത്ത് മിസൈൽ പതിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഒരൊറ്റ മിസൈൽ പ്രതിരോധ സംവിധാനത്തിനും ഹൈപ്പർസോണിക് മിസൈലുകളെ 100% പ്രതിരോധിക്കാൻ സാധിക്കില്ല. പെന്റഗണിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം DF-27 മിസൈലുകൾക്ക് 5000 മുതൽ 8000 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. ഇതിനർത്ഥം പസഫിക് മഹാസമുദ്രത്തിലെ അമേരിക്കയുടെ ഹൃദയമായ ഗുവാം കൂടാതെ അലാസ്ക, ഹവായ് തുടങ്ങിയ സ്ഥലങ്ങൾ ചൈനയുടെ ഈ മിസൈൽ പരിധിയിലാണ്. ഇതിനെ കാരിയർ കില്ലർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കടലിലൂടെ സഞ്ചരിക്കുന്ന വമ്പൻ വിമാനവാഹിനി കപ്പലുകളെ പോലും നിഷ്പ്രയാസം തകർക്കാൻ ഇതിന് ശേഷിയുണ്ട്. ഒരു മിസൈൽ ആക്രമണം ഉണ്ടായാൽ പ്രതികരിക്കാൻ പോലും സമയം നൽകാതെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ നിശ്ചലമാക്കാൻ ചൈനയ്ക്ക് ഇതിലൂടെ സാധിക്കും. ചൈനയുടെ ഈ നീക്കം ഏഷ്യ പസഫിക് മേഖലയിൽ ഒരു പുതിയ ആയുധ മത്സരത്തിന് തുടക്കമിട്ട് കഴിഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വന്തം ഹൈപ്പർസോണിക് സംവിധാനങ്ങൾ വികസിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഊർജിതമാക്കി. പ്രതിരോധം അസാധ്യമായ ഇത്തരമൊരു ആയുധം ചൈനയുടെ കൈവശമെത്തുന്നത് തായ്വാൻ കടലിടുക്കിലെ സംഘർഷങ്ങളിൽ അമേരിക്കയുടെ ഇടപെടൽ പരിമിതപ്പെടുത്തിയേക്കാം. യുദ്ധതന്ത്രങ്ങളിൽ വേഗതയേക്കാൾ വലിയ ആയുധമില്ലെന്ന് ചൈന തെളിയിക്കുകയാണ്. ആകാശത്ത് അദൃശ്യമായി പാഞ്ഞെത്തുന്ന ഈ മരണദൂതന്മാരെ നേരിടാൻ ലോകം എങ്ങനെ തയ്യാറെടുക്കും എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.